കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവദനം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ആദ്യ അധ്യായത്തിൽ വാക്യങ്ങളിൽ യേശുവിന്റെ ശിഷ്യന്മാർ 7 പേര് തിബരിയോസ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന രംഗം. പക്ഷെ അവർ മീൻ പിടിക്കാൻ പോയത് തെറ്റല്ല. പക്ഷെ അവർ ചെയ്തൊരു കാര്യമുണ്ട്. അവർ യേശുവിലേക്ക് വന്നപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ വിട്ട പടകും വിട്ട വലയും അവർ തിരിച്ചെടുത്തു. ഞാനതിൽ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അവർ എന്ത് വേണ്ടെന്ന് വെച്ച് അവർ സുവിശേഷയ്ക്ക് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയോ, കലപ്പയ്ക്ക് കൈവച്ചോ, അവരത് തന്നെ തിരിച്ചെടുത്തു. പ്രിയമുള്ള ഒരു കാര്യം ഇന്ന് പരിശുദ്ധാത്മാ നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ നാമനിമിത്തം വിട്ടുകളഞ്ഞതൊന്നും നിങ്ങൾ തിരിച്ചെടുക്കരുത്. അതിന് നമുക്ക് ന്യായങ്ങൾ കാണും. എൻ്റെ ആങ്ങളെ ഓർത്ത് ആങ്ങള വഴക്ക് പറയും, അല്ലെങ്കിൽ മക്കൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇന്നാർക്ക് ഇഷ്ടമല്ല, എൻ്റെ ജോലി, എൻ്റെ സമ്പത്ത്, എൻ്റെ അങ്ങനെ ഇങ്ങനെ ഒരു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾ വേണ്ടെന്ന് വെച്ച് പലതും തിരിച്ചെടുക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, പല കാര്യം നിങ്ങൾ വേണ്ടെന്ന് വെച്ചതും നിങ്ങൾ തീരുമാനമെടുത്തത് ആങ്ങളയ്ക്ക് വേണ്ടിയാണോ? ആങ്ങളയുമായിട്ടല്ല നിങ്ങളുടെ ഉടമ്പടി. ഓഫീസിലെ ബോസുമായിട്ടല്ല നിങ്ങളുടെ ഉടമ്പടി. നിങ്ങളുടെ ഉടമ്പടി യേശു ക്രിസ്തുമായിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി ചങ്ക് തുറന്ന് രക്തം തന്ന യേശുവിനോടാണ് നിന്റെ ഉടമ്പടിയുടെ ഉറപ്പ്. അതുകൊണ്ട് നീ യേശുവിനോട് പറഞ്ഞു വാക്ക് നീ മാറരുത്. ആർക്കു വേണ്ടി നീ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറരുത്. വേണ്ടെന്ന് വെച്ച കാര്യം തിരിച്ചെടുക്കരുത്. അത് ആപത്താണ്, അപകടമാണ്. അവിടെ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നത്, ഏത് കാര്യം വേണ്ടെന്ന് വെച്ചോ അത് തിരിച്ചെടുക്കാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ ജയമെടുത്തിട്ട് നീ പറയണം, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക്. ഞാൻ യേശുവിനോട് ഒരു തീരുമാനമെടുത്തു. അവിടെ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല, ഞാൻ പിന്മാറിപ്പോകത്തില്ല, പുറകോട്ട് നോക്കത്തില്ല. ഈ ഒരു തീരുമാനത്തോടെ പോയാൽ നിങ്ങളുടെ ആത്മീയ ജീവിതം വിജയകരമാകും. ദൈവം നിങ്ങൾക്ക് കൂടി അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വാസത്തോടെ യാത്ര മുന്നോട്ട് തുടരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.